സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി കെ രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞതാണ്, തമിഴ്നാട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിൽ വളരെ സമൃദ്ധമായിട്ട് ബിരിയാണി, ചിക്കൻ ബിരിയാണിയും അല്ലാതെയും ഭക്ഷണമൊക്കെ കുട്ടികൾക്ക് വളരെ നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് ഒരു തീരുമാനത്തിലേക്ക് അവിടുത്തെ ഗവൺമെൻറ് എത്തുന്നു. അങ്ങനെ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ആ ചർച്ച അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു ആവശ്യം മുഖ്യമന്ത്രി വിജയുടെ അടുത്തേക്ക് എത്തിക്കാൻ പോകുന്നു എന്ന് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞു. സർ, നേരെ മറിച്ച് നമ്മുടെ കേരളത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന ഭക്ഷണത്തിൽ പോലും വെട്ടിച്ചുരുക്കലുകൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് ഇന്നലത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി പറയുന്നുണ്ട്. സർ, ഇത് രണ്ടും ഒന്ന് കമ്പാരിസൺ ചെയ്തൊന്ന് പറയാമോ? വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അത് ഞാൻ സംസാര മധ്യേ സാറിനോട് ചോദിച്ചുകൊള്ളാം. നമ്മളെ ഈ വിശപ്പറിഞ്ഞു വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ അതിന്റെ, നമ്മൾ പറഞ്ഞില്ല, അതിന്റെ ഒരു ദൈന്യത, ഭീകരത ഒക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സ്കൂളുകളിൽ വിശന്നിരിക്കുന്ന കുട്ടികൾ, അത്തരം ഒരു ബാല്യം, ആ ബാല്യം അനുഭവിച്ചവർക്ക് മാത്രമേ വിശപ്പിന്റെ വില അറിയാൻ പറ്റത്തുള്ളൂ. നമ്മള് പുതിയ തലമുറയാണ്, നമ്മുടെ പുതിയ തലമുറ, ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വളർന്നു വരുന്ന തലമുറയാണ്. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. അവരൊക്കെ ബുദ്ധിവികാസത്തിനും മറ്റു കാര്യങ്ങൾക്കും പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കണം. അതാണ്, ആ ചിന്തയാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് ആദ്യം വേണ്ടിയിരുന്നത്. അവരാണ് അത്തരം കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട ആളുകൾ. അവര് ഉച്ച സമയമാകുമ്പോൾ വിശന്നിരിക്കാൻ പറ്റുമോ കുട്ടികൾക്ക്? അല്ലെങ്കിൽ വായിൽ വെച്ച് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ, രുചികരമല്ലാത്തതും ഒട്ടും പോഷക സമൃദ്ധമല്ലാത്തതും ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ ചില ഇവിടത്തൊക്കെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുന്നതാണ് അധ്യാപകർ. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്നാൽ ജയിലിലെ സ്ഥിതിയെ നോക്കുക. കൊടും ക്രിമിനലുകൾ, ഗോവിന്ദച്ചാമി പോലും അടുത്ത സമയത്ത് ഗോവിന്ദച്ചാമി ജയിൽ ചാടി തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ ഗോവിന്ദച്ചാമിയെ കണ്ടപ്പോൾ ആദ്യം അറസ്റ്റ് ചെയ്തപ്പോ കണ്ട ഗോവിന്ദച്ചാമി ആയിരുന്നു അത്. സിനിമാ നടന്മാര് മാറിപ്പോവായിരുന്നു അല്ലേ, നല്ല വെളുത്ത് ചുടുത്ത് ചുമന്ന് അല്ലേ. അപ്പൊ അത് ജയിൽ ഭക്ഷണത്തിന്റെ പ്രത്യേകതയാണത്. അപ്പൊ ജയിലിലെ മെനു പരിഷ്കരിക്കുന്നതിനും ജയിൽ പുള്ളികൾക്ക്, കൊടും ക്രിമിനലുകൾ അടക്കമുള്ളവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നതിനും ഇവിടെ അധികാരികൾക്ക് വലിയ ശ്രദ്ധയാണ്. അവരെ വളർത്തിയെടുക്കുന്നത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു പക്ഷെങ്കിൽ ഈ പറഞ്ഞതുപോലെ വീണ്ടും ഗോവിന്ദച്ചാമിമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ജയിലൊരു പരമാധികാര സുഖവാസ കേന്ദ്രമായിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ക്രിമിനലുകൾക്കൊന്നും ഒരു പേടിയില്ല. ഓരോ ദിവസവും നടക്കുന്ന അക്രമങ്ങൾ കണ്ടില്ലേ? ഒരു ഭയവുമില്ല, പോലീസിനെ തന്നെ ആക്രമിക്കുകയാണ്. അപ്പൊ പോലീസിനെയും പട്ടാളത്തിനെയും ഭയമില്ലാത്തൊരു തലമുറയാണ്. കാരണം എല്ലാം കഞ്ചാവിന്റെയും MDMA ഒക്കെ അഡിക്ട്സ് ആണല്ല. അവർക്കറിയത്തില്ല എന്താ അവർ ചെയ്ത് കൂട്ടുന്നതെന്ന് പോലും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയുടെ ചന്ദരൂര് തൈക്കാട്ടുശ്ശേരി ഭാഗത്ത് നടന്ന ഒരു അക്രമം കണ്ടില്ലേ? അവര് മദ്യം മേടിക്കുന്ന ധൃതിയായിരുന്നു. അവർക്ക് ധൃതിയായിട്ട് ഓടിച്ചെന്ന് അതിനകത്ത് കയറി ക്യൂവില് ഒരാൾ ചോദ്യം ചെയ്ത് അതിലെടുത്തിട്ട് മർദ്ദിക്കുന്നത് കണ്ടില്ലേ? എന്തോ ഒരു ഭീകരമായ അവസ്ഥയാണ് നടക്കുന്നത്. കണ്ടു. അപ്പൊ ഇവരൊക്കെയാണ് ജയിലിലേക്ക് പോകുന്നത്. അപ്പൊ ഇവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇവർക്ക് ആഴ്ചയിൽ 2 ദിവസം ഇറച്ചി കൊടുക്കണം, 2 ദിവസം മുട്ട കൊടുക്കണം, പാല് കൊടുക്കണം, അവരെയൊക്കെ വളർത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ സ്കൂൾ കുട്ടികളും വളർന്നു വരുന്ന ആ തലമുറ ബുദ്ധിവികാസം പ്രാപിക്കേണ്ട ആ തലമുറയ്ക്ക് കൊടുക്കുന്നത് ഈ പറയുന്നത് പോലെയുള്ള എന്തെങ്കിലും 8 രൂപയായിരുന്നു. അതിപ്പോ 10 രൂപ മറ്റും ആക്കിയിട്ടുണ്ട്. 9 രൂപയാണ്, 10 രൂപയാണ് ഒരു ദിവസത്തെ മെനു ഇതിന് അനുവദിച്ചിരിക്കുന്ന സർക്കാർ തുക എന്ന് പറയുന്നത്. ഈ 10 രൂപയ്ക്കകത്ത് വേണം ഈ കാര്യം. ഒരു കുട്ടിക്ക് അനുവദിച്ചിരിക്കുന്ന തുകയാണ് 10 രൂപ. 10 രൂപ ഒരു ചായക്കാശ് പോലും ഇല്ല. ചായക്ക് പോലും 12-15 രൂപയാണ്. ഇതുകൊണ്ട് വേണം, ഇപ്പൊ ഇന്നലത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് എന്താണ്? 2 കൂട്ടം, മിനിമം 2 കൂട്ടം ഉണ്ടായിരിക്കണം അല്ലേ? ചോറും കൊടുക്കണം എന്നുള്ളതാണ്. ചോറിനുള്ള അരി സപ്ലൈകോ വഴി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ 10 രൂപയ്ക്ക് എന്ത് പച്ചക്കറി കൊടുക്കും? എന്ത് പച്ചക്കറി 10 രൂപയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും അവർക്ക്? നമുക്കറിയാമല്ലോ, പച്ചക്കറിയുടെ ഒക്കെ ഇപ്പോഴത്തെ വില നമുക്കറിയാം. ഒന്നും കൊടുക്കാൻ മാർഗമില്ല. അതുകൊണ്ടാണ് അധ്യാപകരും അവരുടെ സംഘടനക്കാരും കടന്ന് നിലവിളിക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ വിശന്ന് വരുമ്പോൾ, അവർ 12 മണി 1 മണിയാകുമ്പോൾ ഓടി വരുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കണ്ടേ? അധ്യാപകരും അധ്യാപക സംഘടനകളും അവിടുത്തെ PTA കമ്മിറ്റി, നാട്ടുകാരും ഒക്കെ ചേർന്ന് പിരിവെടുക്കുകയാണ്. പിരിവെടുത്തിട്ട് എത്ര ദിവസം പോകും? അത് അവർക്ക് ഈ പറഞ്ഞ ഒരു അക്കാഡമിക് ഇയർ മുഴുവൻ നാട്ടിൽ നടന്ന് പിരിക്കാനൊക്കെ പോകും. പിന്നെ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളുടെ വീടുകളിൽ നിന്ന് നമ്മൾ പറയത്തില്ലേ, ഇവിടെയൊക്കെ ഓമയ്ക്ക എന്ന് പറയാം, അല്ലെങ്കിൽ കപ്പളങ്ങ എന്നൊക്കെ പറയുന്ന അതൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തുകൊണ്ട് വരിക.
എന്നും ഇത് തന്നെയാണ്. ഓമയ്ക്കാ തോരൻ, അല്ലെങ്കിൽ കാബേജ് തോരൻ, അല്ലെങ്കിൽ കോവയ്ക്കാ തോരൻ. ഇതൊക്കെയാണ് കുട്ടികളുടെ സമൃദ്ധം എന്ന് പറയുന്നത്. ഈ സമൃദ്ധിയാണ് അവർക്ക് കൊടുക്കുന്നത്. ഇതാണ് സമൃദ്ധമായ ഭക്ഷണം. ഇന്നലെ മന്ത്രിസഭാ യോഗം അങ്ങനെ ഒരു തീരുമാനമെടുത്തു, 2 കൂട്ടം കറിയെങ്കിലും കൂട്ടി ചോറ് കൊടുക്കണം. പക്ഷെ ഇത് മാത്രം പോരാ, ഇതിന് പുറമെ മുട്ട കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസം മുട്ട കൊടുക്കണം. ഇന്നലത്തെ മാർക്കറ്റ് വില കേട്ടത് താറാമുട്ടയ്ക്ക് 17 രൂപയോ ഒക്കെ ആയിട്ടുണ്ട്. താറാമുട്ടയ്ക്ക് കോഴിയുടെ വില 10 മുകളിൽ കഴിഞ്ഞു, 11ഉം 12ഉം ഒക്കെയാണ്. പാല് കൊടുക്കണം. പാലിന്റെ വില നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ പാലിന്റെ 1 ലിറ്റർ പാലിന്റെ വില അതും ഒരു 4 രൂപ കൂട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ ഇതിനകത്ത് വേണം. ഒരു കുട്ടിക്ക് 10 രൂപ കൊടുക്കുകയും ചെയ്യും. പിന്നെ ആ കൂടെ ഇന്നലത്തെ മന്ത്രിസഭായത്തിൽ പോസിറ്റീവായിട്ട് ഞാൻ കണ്ടൊരു കാര്യം, തൊട്ടു മുമ്പുള്ള മന്ത്രിസഭായ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അമ്മാവനോട്, അങ്കിളിനോട് ഏതോ ഒരു കുട്ടി പറഞ്ഞ, അമ്മാവ ഞങ്ങൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു, വെജിറ്റബിൾ ബിരിയാണി. ഉടൻ തന്നെ അദ്ദേഹം അതങ്ങ് അനുവദിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി, 10 രൂപയ്ക്ക് ഒരു തോരന് പോലും ഉള്ള സാധനങ്ങൾ കിട്ടാത്ത, തോരൻ വെക്കാൻ ഉപ്പേരി, വടക്കേ മലബാറിൽ പറഞ്ഞ ഉപ്പേരി പോലും വെക്കാൻ കിട്ടാത്ത അവസ്ഥയിലുള്ള പച്ചക്കറി വില നിൽക്കുമ്പോഴാണ് വെജിറ്റബിൾ ബിരിയാണി അലോട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ അതൊക്കെ കട്ട് ചെയ്തു. ആ വെജിറ്റബിൾ ബിരിയാണി അത്തരം പറഞ്ഞില്ലേ ആർഭാടം എന്നൊക്കെ വിളിക്കാവുന്ന സാധനങ്ങൾ, എന്നിട്ട് പോലും 2 കൂട്ടം സാധനം വേണം, 2 കൂട്ടം കറി ഉണ്ടാക്കണം. യുവദാസ്, ഇവിടെയാണ് നമ്മൾ തമിഴ്നാടിനെ കണ്ടുപിടിക്കേണ്ടത്. ഞാനതാ പറഞ്ഞത്, വിശപ്പിന്റെ വില അറിഞ്ഞു വരണം. ആ ഭരണാധികാരികൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവും. വിജയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു. വിജയ്ക്ക് ഒരു പറഞ്ഞില്ലയോ, കഷ്ടപ്പാടിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയല്ല, തമിഴ്നാട് മുഖ്യമന്ത്രി ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു വലിയ മാറ്റം അവിടെ കണ്ടത് ഞാൻ അദ്ദേഹം സ്വന്തമായിട്ട് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരികയാണ്. ഇപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് അവിടെ നിന്ന് കയറ്റിയിരുന്നോ, അത് അല്ലെങ്കിൽ ഇവിടെ നിന്നോ ആഹാരം എടുത്ത് കഴിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷെ വിജയ് ഇപ്പോഴും ഒരു പഴയ ചോറ്റുപാത്രത്തില്, നമ്മളത് കാണുന്നുണ്ടായിരുന്നു, നമ്മുടെ വിഷയമൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്തിരുന്നു. പഴയ ചോറ്റുപാത്രത്തില് അദ്ദേഹം പറയുന്നത്, ഞാനന്ന് സ്കൂളിൽ പോയ ഓർമ്മകളാണ്, അങ്ങനെ ഞാനിതിനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ 15 കൂട്ടം കൂട്ടാനും അല്ലെങ്കിൽ ആറന്മുള വള്ളസദ്യ പോലെ ഉള്ള ആഹാരം കഴിക്കാനൊന്നും ഞാൻ തയ്യാറാണ്. കാരണം അന്ന് എന്റെ വീട്ടിലെ ഏത് സാഹചര്യത്തിലാണോ ഞാനൊരു ഇതായിട്ട് വളർന്നു വന്നത്, അത് തന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം മുഖ്യമന്ത്രി കസേര എന്ന് പറഞ്ഞാൽ ഇന്നും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ. ഒരു പക്ഷെങ്കിൽ എനിക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടി വന്നു. സിനിമാക്കാരനാണ്, ശരിയാണ്, വലിയ സമ്പന്നതയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്റെ അയൽപക്കത്തുള്ള കുട്ടി അല്ലെങ്കിൽ എന്റെ പ്രായമുള്ള മറ്റൊരു കുട്ടിയെ ആണ് ഞാൻ ആഹാരം കഴിക്കുമ്പോൾ ചിന്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരെങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു വലിയ മാതൃകയാണ് കേട്ടോ. ഇപ്പോഴും എല്ലാ ദിവസവും അദ്ദേഹം ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നാണ് കഴിക്കുന്നത്. ആ കരുതലാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ അദ്ദേഹം എന്താ ചെയ്തത്, നേരെ ജയിൽ മെനു എടുത്തിട്ട് ഇവിടത്തേക്ക് ഇട്ടുകൊടുത്തു, സ്കൂളിലേക്ക് ഇട്ടുകൊടുത്തു. ഈ സ്കൂളിലെ മെനുവിനെ കുറച്ചൊരു പരിഷ്കരിച്ചിട്ടാണ് ജയിലിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അതായത് മുട്ട, ഇറച്ചി, പാല് ഇങ്ങനെയൊക്കെയുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം ആ തമിഴ്നാട്ടിലെ കുട്ടികൾക്കാണ് കിട്ടുന്നത്. വലിയ വിപ്ലവകരമായ തീരുമാനമാണ് ഭക്ഷണം കൊടുക്കുന്നതിൽ അവിടുത്തെ സർക്കാരുകൾ ഇന്നും മുൻപന്തിയിലാതെ. MGR ആണ് ഉച്ചഭക്ഷണ പദ്ധതി ഇതിന്റെ കാര്യത്തിൽ, കരുണാനിധി ആണെങ്കിലും ശരി, സ്റ്റാലിനാണെങ്കിലും ശരി, ഭക്ഷണ കാര്യങ്ങളിൽ അവർ വലിയ ഒരു നിർബന്ധ ബുദ്ധിക്കാരാണ്. നല്ല ഭക്ഷണം കുറഞ്ഞ തുകയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ. പക്ഷെ ഇത് വലിയ വിപ്ലവകരമായി പോയി. വെജ് ആണെങ്കിലും ശരി, നോൺ വെജ് ആണെങ്കിലും ശരി, കുട്ടികൾക്ക് നിർബന്ധമായിട്ട് കൊടുക്കണം. അതായത് ജയിലിലെ നമ്മുടെ ഇവിടുത്തെ നമ്മൾ ഈ പറയുന്ന അതേ മെനു തന്നെ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തു. പക്ഷെ ജയിലുകളിലേക്ക് നേരെ തിരിച്ചത് അദ്ദേഹം അതിനകത്തിലുള്ള അളവിലൊക്കെ വെട്ടിക്കുറവ് വരുത്തി. അവിടെ അങ്ങനെ കൊടും ക്രിമിനലുകൾ അങ്ങനെ കഴിക്കേണ്ട എന്നൊരു പോളിസിയാണ്. നല്ല തീരുമാനമാണ്. വിജയ് വലിയ സ്വാഗതം ചെയ്യപ്പെട്ട ഒരു തീരുമാനമാണ്. പക്ഷെ ഇന്നിപ്പോഴേ വിജയ് അവിടെ തമിഴ്നാട്ടിൽ നേരിടുന്ന മറ്റൊരു പ്രശ്നം, അതിനെക്കുറിച്ചാണ് ഈ പ്രദേശം രണ്ടാമത് സൂചിപ്പിക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇതിനൊക്കെ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യങ്ങളാണ്, അല്ലാതെ നമുക്ക് അവിടെ പറ്റുകയില്ലല്ലോ. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള വ്യവസായങ്ങളും മറ്റു കാര്യങ്ങളും വലിയ എല്ലാ ആനുകൂല്യങ്ങളും അവർക്കുണ്ട്. പക്ഷെ ഇന്ന് വന്നിരിക്കുന്ന ഒരു വലിയ തീരുമാനം എന്ന് പറഞ്ഞത് അവരുടെ മദ്യവിതരണ രംഗത്തുണ്ടായിരിക്കുന്ന അവരുടെ ഗവൺമെന്റ് ടാസ്മാക് എന്ന് പറയുന്ന നമ്മുടെ ബെവ്കോയ്ക്ക് സമാനമായ സംവിധാനങ്ങളിൽ കൂടെയായിരുന്നു തമിഴ്നാട്ടിൽ മദ്യവിതരണം ഉണ്ടായിരുന്നത്. ആ ഇതിനകത്തിലെ ടാസ്മാക്കിൽ നിന്ന് അത് മാറ്റാനുള്ള ഒരു ഗവൺമെന്റ് തീരുമാനം വരുന്നു എന്നാണ് പറയുന്നത്. ഇനി ടാസ്മാക് ഗവൺമെന്റ് ഏജൻസികൾ മദ്യവിതരണം നിർത്തണ്ട, അതിന് പകരം സ്വകാര്യ ഏജൻസികൾക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. ഏതാണ്ട് 3500 സ്വകാര്യ ഏജൻസികളെ ഈ മദ്യവിതരണ കാര്യത്തിന് ചുമതലപ്പെടുത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ മദ്യം സുലഭമാകും. പക്ഷെ നല്ല മദ്യങ്ങളായിരിക്കണം. അവിടെ ഈ പറഞ്ഞതുപോലെ
ഈ പിന്നെ കണ്ണും മൂക്കും ഒക്കെ കണ്ണടിച്ച് പോകുന്ന തരത്തിലുള്ള മദ്യങ്ങളൊന്നും പോകരുത്, അല്ലെങ്കിൽ മനുഷ്യ ജീവന് ഭീഷണിയാകുന്ന, തമിഴ്നാട്ടിലേക്ക് അങ്ങനെയാണല്ലോ വില കുറഞ്ഞതും ഈ പറഞ്ഞതുമായ പിന്നെ മദ്യങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. സ്പീരിയസ് ആയിട്ടുള്ള മദ്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ സാധാരണമാണ്. സാധാരണക്കാരുടെ ഒരു ഇടയ്ക്കിടയ്ക്ക് വിഷമദ്യ ദുരന്തം പണ്ട് തമിഴ്നാട്ടിൽ സർവ്വസാധാരണമായിരുന്നു. ഇപ്പൊ അതിനകത്ത് കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അതെ സാർ, അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ നിയമം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഒന്ന് ചേർത്ത് പറയുമ്പോൾ മറ്റു തരത്തിൽ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ വരുമാനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അത് വരുന്നത്. ഏതാണ്ട് 3500 സ്വകാര്യ മദ്യശാലകൾക്ക് തമിഴ്നാട്ടിൽ അനുമതി കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ വാർത്ത വന്നിരിക്കുന്നത്. അത് വരുമ്പോൾ വലിയ വരുമാനം കിട്ടും. സാർ ഒരു കാര്യം, ഒരു ചെറിയ ഇടപെടലിലൂടെ ഞാൻ നടത്തുകയാണ് സാർ. അതായത് വിജയ് നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായി അദ്ദേഹത്തിൻ്റെ ആരാധകർ വന്ന കരിപ്പൂർ ദുരന്തത്തിൽ അദ്ദേഹം ജോലി നൽകിയ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് നടപടിക്ക് ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോകുന്നതായ ഒരു വാർത്ത കൂടെ വരുന്നുണ്ട്. അതുകൂടെ ഒന്ന് പറയാമോ സാർ? അതുകൂടെ വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. ഒന്ന് പറയാമോ സാർ? അതുകൂടെ സാർ ഒന്ന് പറയണം. കരിപ്പൂർ ദുരന്തത്തിൽ പറഞ്ഞോളൂ സാർ. അത് വിജയ്ക്ക് പറ്റിയൊരു വലിയ തിരിച്ചടിയാണ്. അതൊരു വലിയ തിരിച്ചടിയാണ്. പക്ഷെ അത് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന് അത് ചോദ്യം ചെയ്യാൻ കഴിയും. കേസ് നിൽക്കുന്നുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കരൂര്, തമിഴ്നാട്ടിലെ കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കരൂര്, ഞാൻ കരിപ്പൂർ എന്നാ പറഞ്ഞത്. കരൂര്, അതെ. കരൂരിൽ വെച്ച് അദ്ദേഹത്തെ കാണാനായിട്ട് തടിച്ചുകൂടിയ ആരാധകര്, അതായത് കഷ്ടിച്ച് ഏതാണ്ട് 3000-4000 പേർക്ക് നിൽക്കാവുന്നിടത്തേക്കാണ്ട് 50,000-60,000 ആളുകൾ തടിച്ചുകൂടി അവിടെ. അങ്ങനെ ഓവർ ക്രൗഡഡ് ആയി, അവിടെ പ്രശ്നങ്ങളായി. ആ തിക്കിലും തിരക്കിലും പെട്ട് 41 പേരാണ് അവിടെ മരിച്ചത്. 41 പേര് മരിച്ചവര്. അവർക്ക് അദ്ദേഹം നഷ്ടപരിഹാരമൊക്കെ കൊടുത്തു. പക്ഷെ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഭരണമൊക്കെ കിട്ടിയ ശേഷം മുഖ്യമന്ത്രിയായ ശേഷം പ്രഖ്യാപനം നടത്തി. ആ മരിച്ചവരിൽ എലിജിബിൾ ആയിട്ടുള്ള, അർഹതയുള്ള 31 പേർക്ക് സർക്കാർ ജോലി അദ്ദേഹം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പാണ് അത് കൊടുത്തത്. അവരെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട്, അവരുടെ ആശ്രിതരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് നിയമിച്ചിരുന്നു. പക്ഷെ ആ നടപടിയാണ് ഇപ്പോഴ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി കളഞ്ഞത്. റദ്ദാക്കി കളഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ തിക്കിലും തിരക്കിൽപ്പെട്ട് മരിച്ചതാണ്. നമ്മൾ ആശ്രിത നിയമനം എന്ന് പറയുന്നത് സർവീസിലിരിക്കുകയോ അപകടത്തിലോ ഉള്ള ഉദ്യോഗസ്ഥന്മാർ മരിക്കുമ്പോഴാണ് അവർക്ക് ആശ്രിത നിയമനം കൊടുക്കുന്നത്. അല്ലാതെ അന്ന് ഒരു വെറും സിനിമാ നടനായിരുന്ന വിജയെ കാണാൻ വന്ന ആളുകൾ മരിച്ചെന്ന് കരുതിയിട്ട് അവർക്ക് സർക്കാർ ജോലി കൊടുക്കാൻ അധികാരമില്ല. മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ജോലി സംഘടിപ്പിച്ചു കൊടുത്തോളുക. പക്ഷെ ഗവൺമെന്റ് പക്ഷെ ആ ഹൈക്കോടതി നടപടിയെ അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു നടപടിയല്ലേ, അതിലെന്തിന് ഇങ്ങനെ കോടതി ഇടപെടൽ നടത്തണം എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു. അങ്ങനെ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് എന്നൊരു വാർത്ത കൂടെ കേൾക്കുന്നുണ്ട്. അത് നിലനിൽക്കുകയല്ല അയ്യപ്പദാസ്. അങ്ങനെ വരികയാണെന്ന് എന്തെങ്കിലും തരത്തില് ഒരു റോഡ് അപകടത്തിൽ മരിക്കുന്ന ഒരാളിന് കോമ്പൻസേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരാളെ കാണാൻ തടിച്ചുകൂടി എന്നിട്ട് എന്ന് കരുതിയിട്ട് അവിടെ വല്ല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കി അവർക്ക് സർക്കാർ ജോലി കൊടുക്കാൻ പറ്റുകയില്ല. സർക്കാർ ജോലിക്ക് ഒരു വ്യവസ്ഥയുണ്ട്. അതായത് ആശ്രിത നിയമനത്തിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട്. സർവീസിലിരിക്കെ മരിച്ച ആളിന്റെ ആശ്രിതർക്കായിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ സർവീസിലിരിക്കെ അപകടത്തിലോ എന്തെങ്കിലും തരത്തിൽ, അങ്ങനെയൊക്കെ ചില ചട്ടങ്ങളുണ്ട് അതിനകത്ത്. ആ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. അല്ലെ എന്നെ കാണാൻ അന്ന് വന്നിരുന്നു എന്ന് കരുതിയിട്ട് അത് നിൽക്കത്തില്ല. ആ വാദം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതി വളരെ കൃത്യമായിട്ട് അതിന്റെ നിരീക്ഷണം നടത്തില്ല. അപ്പീല് നിൽക്കുന്നുണ്ട്, അപ്പീല് വരട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഏതായാലും നമ്മൾ തമിഴ്നാട് വിഷയത്തിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും നമുക്ക് സ്കൂൾ കുട്ടികളെ വിജയ് പരിഗണിക്കുന്നു എന്നുള്ളതിൽ തന്നെ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ നമുക്ക് പോകാം. ഇവിടുത്തെ നമ്മുടെ കേരള ഗവൺമെൻറ്റും വിജയും തമ്മിലുള്ള വളരെ വലിയ വ്യത്യാസം അതുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയണം സാർ. അതൊരു വലിയ കാര്യം തന്നെയാണ് വിജയ് ചെയ്യുന്നത്. അത് സംസാരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതെ, ഇപ്പൊ നമ്മൾ പാർട്ടി സമരം തന്നെ അതല്ലേ ഇപ്പദാസെ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതാണ് പറയുന്നത്. ഈ നമ്മുടെ ഒരു രാഷ്ട്രീയക്കാർക്കും ഇങ്ങനെ വരുന്ന ആളുകൾക്കൊന്നും നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയിൽ അവർക്ക് അവരുടെ കാര്യം മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. നീറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫോക്കസിലേക്ക് മാത്രമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലെ സമരം ഉണ്ടായിരുന്നു, അത് വലിയ വിജയമാണ്, ഇതിഹാസ വിജയമാണെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ എടുത്തു നോക്കുക, അവിടെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ, ഇപ്പൊ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് സൗജന്യ ഭക്ഷണം കിട്ടുന്നത്, അല്ലേ? 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. പിന്നെ താഴത്തെ പ്രൈമറി ക്ലാസ്സിൽ ഉള്ള കുട്ടികൾക്ക് കിട്ടുന്നത് 8 വരെയാണ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ചില ഹൈസ്കൂളിലുള്ളിടത്ത് 10 വരെ അവർ കൊടുക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില് അതിനെ സംബന്ധിച്ച് ഈ CJPക്കൊക്കെ വേണ്ടത് അത്തരം ചില ലക്ഷ്യബോധങ്ങളാണ്. നീറ്റിന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു, സംശയമൊന്നുമില്ലാത്ത കാര്യങ്ങളിൽ. അതുപോലെ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ കാര്യത്തിൽ അവർ ഇറങ്ങണം.
ഇപ്പൊ തമിഴ്നാടിനെ ഒരു റോൾ മോഡലാക്കാം. തമിഴ്നാടിനെ തീർച്ചയായിട്ടും നമുക്ക് മോഡലാക്കാവുന്നതാണ്. പക്ഷെ അതുപോലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളും ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരു മോഡലാക്കിക്കൊണ്ട് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. തമിഴ്നാടിനെ ഏതായാലും നമ്മുടെ മോഡലാക്കിക്കൊണ്ട് തന്നെ ഏതായാലും സാർ നമുക്ക് ഏതായാലും സാർ നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ, അദ്ദേഹം കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മനസ്സിൽ താല്പര്യമുള്ളൊരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇത് ഒരു റോൾ മോഡലായിട്ട് തന്നെ, ഇതൊരു മോഡലായിട്ട് തന്നെ അദ്ദേഹം കാണട്ടെ. കുട്ടികളെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പല വീഡിയോകളും കാണുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വരുന്ന കുട്ടികളോട് അദ്ദേഹം ഒരു നല്ല ഒരു സാധാരണ വളരെ ഒരു വാത്സല്യത്തോടെ കുട്ടികളെയൊക്കെ അണച്ചു പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും ഇതൊരു മാതൃകയായി കണ്ട് വിജയ് എടുത്ത പോലെ ഒരു നല്ല തീരുമാനം. സർ, കുട്ടികളുടെ ഉച്ചഭക്ഷണം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അത് നിസ്സാരമായി കാണാതെ അതിനെ പരിഗണിക്കണം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രിയോട് പറയാം, അല്ലേ സാർ? ദേവദാസേ, നമ്മളൊക്കെ ചെറുപ്പകാലത്തില് ഈ അമേരിക്കൻ മാവും അതിന്റെ പാലും കുടിച്ച് വളർന്നൊരു തലമുറയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളും ഒക്കെ അത് കഴിച്ചിട്ടുണ്ട്. കാരണം അന്ന് അതേ ഉള്ളൂ. നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് വിശപ്പിന് അമേരിക്ക ഗവൺമെന്റ് തരുന്ന ഒരു തരം മഞ്ഞ കളറുള്ള തരത്തിലുള്ള ഗോതമ്പ് പോലത്തെ എന്തോ ഒരു സാധനവും അതിന്റെ പാലും. അതെ, അതാണ്. പക്ഷെ അത് പോഷകസമൃദ്ധമായിരുന്നു കേട്ടോ. അത് അമേരിക്കൻ ഗവൺമെന്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന പോഷകസമൃദ്ധമായിരുന്നു. അതാണ് വിശപ്പിന്റെ കാര്യത്തിൽ അന്നേ നമ്മുടെ പഴയ ഭരണാധികാരികൾ എത്ര വളരെ ശ്രദ്ധാലുക്കളായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്നുള്ളത്. അതാണ് നമ്മൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. അന്നത്തെ ആ വ്യവസ്ഥയിൽ പോലും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ഏതായാലും ഒരു മാതൃകയായി കാണണം എന്ന് നമുക്ക് താല്പര്യപ്പെടാം. നന്ദി. താങ്ക് യു സാർ.